ഒരു മാറ്റത്തെ ആരാണ് ആഗ്രഹിക്കാത്തത്? അങ്ങനെ ഒരു മാറ്റത്തെ ഞാനും ആഗ്രഹിക്കുന്നു. എന്താന്നല്ലേ, ഞാൻ ഇന്നലെ ഒരു 1 ഡേ ടൂറിലായിരുന്നു. ഗുണ്ടിൽപേട്ട് പോയിട്ടുണ്ടായിരുന്നു ഫ്ലവറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ലോങ് ഡ്രൈവ് ചെയ്ത അല്ലെ ലോങ് യാത്ര ചെയ്തതിൻ്റെ അതും കൂട്ടത്തിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ മന്തി കഴിക്കുമ്പോൾ എനിക്കൊരാഗ്രഹം അതൊന്ന് കഴിക്കണമെന്ന്. അതും കൂടി കഴിച്ചപ്പോഴേക്കും തരികിടതോ കിടക്കുന്നു ഞാൻ ഹോസ്പിറ്റലിൽ. കാരണം മൈഗ്രെയിൻ വന്നേ. അപ്പോൾ ജസ്റ്റ് വെറുതെ അവിടെ നിന്ന് വെയിറ്റ് നോക്കിയ സമയത്ത് 76 കിലോ കേട്ടോ. ഞാൻ അതും പോട്ടെ, 76 കിലോൻ്റെ പ്രശ്നമില്ല. കാരണം എൻ്റെ ഭർത്താവിന് ഞാൻ തടിക്കുന്നത് വിഷയമില്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ നോക്കേണ്ട ഒരാവശ്യവുമില്ല. അത് നമ്മൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം പണ്ടൊരു കാലത്ത് എനിക്ക് തടിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡർ മേടിച്ച് തന്ന എൻ്റെ ഭർത്താവാണ്. അപ്പോൾ ഇപ്പം ഞാൻ തടിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നു. എന്താ വെച്ചാൽ എനിക്ക് എവിടെയും വെയിൻ കിട്ടിയില്ല. കാരണം തടിക്കുകയും കൂടി ചെയ്തു. പൊതുവേ എനിക്ക് വെയിൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാലിനിട്ടിട്ടാണ് എനിക്ക് കുത്താറ്. കൈയ്ക്ക് കുത്തുന്നതിൻ്റെ ഇരട്ടി വേദനയാണ് ഗൈസ് കാലിന് കുത്തുന്നത്. പക്ഷേ ഇന്നലെ കാലിനും കൈക്കായിട്ട് തലങ്ങും വിലങ്ങും അവർ നോക്കി. പക്ഷേ എവിടെ എനിക്കൊരു ഞരമ്പ് കിട്ടുന്നില്ല. കാരണം അവർക്ക് വിഷമമാവുക. കാരണം അവർ പറഞ്ഞു ഇങ്ങനെ കുത്താൻ ഞങ്ങൾക്കൊരു മാനസികമായിട്ടൊരു വിഷമം. കാരണം കൈ ഇങ്ങനെ കുത്തി നോക്കുക, കുത്തി നോക്കുക, ഒരു 8-9 കുത്തി എനിക്ക് കുത്തിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒടുക്കം നമ്മുടെ സെൻട്രൽ വെയിൻ ഉണ്ടല്ലോ, ഇതെന്ന് വെച്ചാൽ ആരും അങ്ങനെ ഇത് ഇഞ്ചക്ഷനും ഇതൊന്നും എടുക്കാൻ നിൽക്കാറില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് സെൻട്രൽ വെയിൻ ആയതുകൊണ്ടും എന്തോ എമർജൻസി വെയിനാണെന്ന് സിസ്റ്റർ പറഞ്ഞു. കാരണം നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് പറ്റുന്ന സമയത്ത് ഇതേപോലെ വെയിൻ കിട്ടാതിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കുത്തുന്നൊരു വെയിനാണ് പോലും ഇത്. എനിക്ക് സെൻട്രൽ വെയിനിൽ കുത്തി. അപ്പോൾ ഇന്നലെ ഡോക്ടറും നഴ്സൊക്കെ എന്നോട് പറഞ്ഞു തടി കുറയ്ക്കണം നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. കാരണം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ വെയിൻ പൊതുവേ എന്ന് വെച്ചാൽ നമ്മൾ പാരമ്പര്യമായിട്ട് വെയിൻ കിട്ടാത്ത പോലാണെന്ന് പറയാം കേട്ടോ. കാര്യം എൻ്റെ മൂത്ത സഹോദരി, ഞാനും അവളും, ഞാൻ മൈഗ്രെയിൻ ആയിട്ടും അവൾക്കൊരു ശ്വാസം മുട്ടായിട്ടും. അവൾ ശ്വാസം മുട്ടായിട്ട് ഈ പറഞ്ഞതുകൊണ്ട് 1.5 ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ച് കാണിക്കും. ഞാൻ മൈഗ്രെയിൻ ആയിട്ട്. ശ്വാസം മുട്ട് എന്ന് പറയുന്നത് ഞങ്ങളെ കുടുംബപരമായിട്ട് കിട്ടിയ ഒരു സംഭവം കേട്ടോ. ഈ ശ്വാസം മുട്ട് കുടുംബത്തിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു സംഭവം. അപ്പോൾ അത് അവൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടി. അത് എടുത്തു വെച്ച് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പം ഇതിൻ്റെ താഴെ കമൻ്റ് ഇടും, അതേ ഹലാലല്ലാത്ത പൈസ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്നത് എന്ന് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അവൾക്കും ഇതേപോലെ വെയിൻ കിട്ടാഞ്ഞിട്ട് അവൾക്ക് ഈ അടുത്തൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവൾ പറയാം കാലിന് കുത്തി അവർ പണിയാക്കിയിട്ടും കിട്ടാഞ്ഞിട്ട് അവൾക്കും ഇതേപോലെ സെൻട്രൽ വെയിൻ ഇട്ടതാണ്. അപ്പോൾ ഇന്നലെ സിസ്റ്റർമാരൊക്കെ പറഞ്ഞു വെയിൻ കുറയ്ക്കണമെന്ന് തടി കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മുടെ വീടിൻ്റെ ഒരു 1.5 കിലോമീറ്റർ പരിധിയിൽ ഇപ്പോൾ ഒരു പുതിയൊരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 കിലോമീറ്റർ പരിധിയിൽ റൈറ്റിലേക്ക് പോയാലും ലെഫ്റ്റിലേക്ക് പോയാലും നമുക്ക് ജിമ്മാണ്. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ അല്ലെ 1 കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പരിധിയിലൊരു ജിമ്മ് വന്ന സമയത്ത് ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് ഇന്നും ജിമ്മിൽ പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ. എനിക്ക് മറ്റേ നമ്മുടെ ഇവരും പറയാറില്ലേ, കല്യാണരാമനിൽ പറയാറില്ലേ, വെയിറ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് വെയിറ്റ് താങ്ങണമെങ്കിലൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ തടി കൂട്ടാനല്ല കുറയ്ക്കാൻ ആയതുകൊണ്ട് ചിലപ്പോൾ വെയിറ്റൊക്കെ എടുക്കേണ്ടി വരും എന്നുള്ളത് എനിക്കറിയാം. പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ. പുതിയ ജിമ്മാണ്, എങ്ങനെയാണ് ആ ജിമ്മിലും ഞാൻ പറഞ്ഞില്ല മുമ്പൊരു ജിമ്മുണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഒന്നാമത് ട്രെയിനർ നന്നാവണം. ട്രെയിനർ നന്നായാലേ നമ്മൾ നന്നാവുള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ റെഗുലറായിട്ട് ജിമ്മിൽ പോവുക, നമ്മൾ ഭക്ഷണത്തിന് കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ട്രെയിനറെ പേടിച്ചാൽ മാത്രമേ നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ആടിക്കൊഴിഞ്ഞ അമ്മായിക്കളിയുള്ള ട്രെയിനർ ആണെങ്കിൽ നമുക്ക് കാര്യമല്ല. കാരണം ഇന്നെന്തേ ജിമ്മിൽ വരാത്ത, അതൊന്നുമില്ല എനിക്ക് വയ്യാഞ്ഞിട്ട് ഓക്കെ എന്ന് പറയുന്നൊരു ട്രെയിനർ ഒരിക്കലും ആവരുത്. എനിക്ക് ഫേമസ് ആയിട്ടുള്ളൊരു
ട്രെയിനർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തടി കുറയ്ക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജസ്റ്റ് 50K എന്ന് വെച്ചാൽ 50,000 രൂപ മാത്രമേ ഉള്ളൂ പോലും ചാർജ്. നമ്മൾ 50,000 രൂപയൊന്നും കൊടുത്തിട്ട് നമുക്ക് തടി കുറയ്ക്കണ്ടടേ. ഇത് പോയി നോക്കട്ടെ എങ്ങനെയാണ് ഫീസ് കാര്യങ്ങളൊക്കെ. ഞാൻ വീട്ടിൽ നിന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ കുറച്ച് ദിവസം ഒന്ന് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള മാറ്റം എനിക്ക് പെട്ടെന്ന്, എൻ്റെ ശരീരം അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് മെലിയും പെട്ടെന്ന് തട്ടിക്കുകയും ചെയ്യുന്നൊരു ശരീരമാണ്. അതുകൊണ്ട് വലിയ മെനക്കെട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ജിമ്മിലേക്ക് പോവുകയാണ്. ജിമ്മിലെ കാഴ്ചകൾ ഞാനും കാണിച്ചു തരാം. പുതിയ ജിമ്മാണ്. ഈ കുറച്ച് ദിവസം ഈ ഒരാഴ്ച കണ്ടായിട്ടേ ഉള്ളൂ ഓപ്പൺ ചെയ്തിട്ട്. പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പോരി, നമുക്ക് കാർ എടുത്തിട്ട് പോവാം. നാളെ തൊട്ടിട്ട് നടക്കുക, ബസ്സിനോ പോവാം, പെട്രോൾ ലാഭിക്കാനേ. ഓക്കെ, അങ്ങനെ ഇതേ ജിമ്മ പോവുകയാണ്. ഞാൻ മെയിനായിട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചു. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പ് കേട്ടേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 2 വീക്ക് കഴിഞ്ഞിട്ടേ വണ്ടി കിട്ടാനുള്ളൂ, കാരണം കുറച്ച് പണികളുണ്ട്. അപ്പം എന്താക്കും എന്നുള്ളൊരു കാര്യം കൂടി ചിന്തിച്ചിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചത്. അപ്പം പിന്നെ വിചാരിച്ചു ഇവിടുന്ന് ഒരു 10 രൂപ ബസ്സിന് കൊടുത്താൽ നമുക്ക് എത്തേണ്ടടുത്ത് എത്താം, അല്ലേ ഒന്ന് ആഞ്ഞ് നടന്നാൽ എത്തേണ്ടടുത്ത് എത്താം. അതുകൊണ്ട് പിന്നെ ഇപ്പം തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, എനിക്ക് വർക്ക്ഷോപ്പിലുള്ള ചേട്ടനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ വരുമ്പം നോക്കട്ടെ. വർക്ക്ഷോപ്പ് അടച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ കമ്പനിയിലാണ് കൊടുത്തത്, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇത്തവണ ഒന്ന് പുറത്തൊന്ന് കൊടുക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പോൾ എത്ര ആൾ തുള്ളിച്ചേടും ഹായ് ജസ്റ്റ് എൻ്റെ കയ്യിൽ വണ്ടിയില്ല. എൻ്റെ കയ്യിൽ വണ്ടി ഇല്ലാതിരിക്കില്ല, കാരണം എനിക്ക് 2 വീലർ ഉണ്ട്. അത് പോകാൻ വരാനും പറ്റിയ ഒരു സംഭവമാണ്. ഈ ഓണായതുകൊണ്ട് എല്ലാവരും സെറ്റ് സാരി എടുത്തിട്ടായിരുന്നു. അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങൾ ജിമ്മിലെത്തിയിട്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ജിമ്മിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ട്രെയിനർ അടിപൊളിയാട്ടോ, എനിക്ക് ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനർ നന്നായാലേ നമ്മൾ നന്നാവുള്ളൂ, അല്ലാതെ കുടുംബം നന്നായാലേ കൂടെയുള്ള ആൾക്കാർ നന്നാവുള്ളൂ എന്ന് പറയില്ലേ, അതേപോലെയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ലേഡീസിന് മാത്രം 3 മണി തൊട്ടിട്ട് 5 മണി വരെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പിള്ളേർ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ 7 മണി ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. 12 മണി വരെ ഉണ്ടാവും ജിമ്മ്. കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഇനി എനിക്കൊന്ന് വർക്ക്ഷോപ്പ് കയറണം. എൻ്റെ വണ്ടിൻ്റെ മുകളിൽ ആരോ കുരുത്തം കെട്ട ആരോ എഴുതി വെച്ചതാ. ജസ്റ്റ് ഞാൻ ആരാ മുളങ്ങിയ അങ്ങനെയാണ്. അപ്പം ഗൈസ് ഞാൻ മെല്ലെ പോട്ടെ, ബൈ പറഞ്ഞുകൊണ്ട്.